Hi! Hello friends! Welcome to this story. കുറിഞ്ഞിമല കാട് ഒരുപാട് മരങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു. ആ കാട്ടിലെ 2 മരങ്ങളുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു മരത്തിന് പൊക്കവും വണ്ണവും ഒക്കെ കുറവായിരുന്നു. അധികം ശാഖകളും ഇല്ലായിരുന്നു. ഒരു പാവം മരമായിരുന്നു. മറ്റേ മരം വലിയ പൊക്കമുള്ളതും ഒത്തിരി വണ്ണമുള്ളതും പഴങ്ങളുമൊക്കെയുള്ള മരമായിരുന്നു. കണ്ടില്ലേ, എന്ത് വണ്ണമായി എനിക്ക്! ഒത്തിരി പഴങ്ങളും ഇഷ്ടം പോലെ ശാഖകളും ഒക്കെ ഉള്ള മരമാ ഞാൻ. നീ വെറും മെലിഞ്ഞുണങ്ങിയ മരമായി പോയല്ലോ. എന്നെ കളിയാക്കണ്ട. ചെറുതാണെങ്കിലും ഞാൻ കുറെ പേർക്ക് തണല് കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ അഹങ്കാരിയായ വലിയ മരം ചെറിയ മരത്തിനെ കളിയാക്കിക്കൊണ്ടിരുന്നു. എന്റെ മരത്തിൽ ഒരുപാട് കിളികൾ കൂടുവച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പഴങ്ങളുമുണ്ട്. നിന്റെ മരത്തിൽ ആരുമില്ല. വേണമെങ്കിൽ കുറെ പഴം നീ എടുത്തോ. വലിയ മരത്തിന്റെ കളിയാക്കലുകൾ ചെറിയ മരത്തിനെ ഒത്തിരി വേദനിപ്പിച്ചു. പക്ഷേ അവൻ ആരോടും ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് കാട്ടിലൂടെ ഒരു വലിയ ലോറിയുടെ ശബ്ദം കേട്ടത്. അത് തടിവെട്ടുകാരുടെ ഒരു ലോറിയായിരുന്നു. നല്ല ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ നല്ല തടിയുള്ള മരങ്ങൾ നോക്കി വെട്ടാൻ വരികയായിരുന്നു അവർ. ലോറിക്കുള്ളിൽ നിന്നും ഒരു മരം വെട്ടുകാരൻ കോടാലിയുമായി ഇറങ്ങി. എന്നിട്ട് ചെറിയ മരത്തിനടുത്തേക്ക് നടന്നു. ചെറിയ മരത്തിനെ തൊട്ടു നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഈ മരം വെട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിന് വലിയ തടിയും പൊക്കവും ഒന്നുമില്ല. ഇതുകൊണ്ട് നല്ല ഫർണിച്ചർ ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോഴാണ് വലിയ മരത്തിനെ അയാൾ കണ്ടത്. കൊള്ളാം, ഈ മരം കൊള്ളാം. ഇവന് നല്ല പൊക്കവും ഒത്തിരി തടിയുമൊക്കെയുണ്ട്. ഇവനെ മുറിച്ചെടുത്താൽ ഒത്തിരി ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റും. നാളെ തന്നെ പണിക്കാരുമായി വരാം എന്ന് പറഞ്ഞ് മരം വെട്ടുകാരൻ പോയി. അത് കേട്ട് വലിയ മരം പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. അവന് സങ്കടമായി. തങ്ങളുടെ വീട് നഷ്ടമാകുമെന്നറിഞ്ഞ ആ മരത്തിലെ കിളികൾ പറന്നു വേറെ മരത്തിലേക്ക് പോയി. ഇത് കണ്ട ചെറിയ മരം പറഞ്ഞു, വിഷമിക്കാതെ ഇരിക്കെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. അടുത്ത ദിവസം രാവിലെ മരം വെട്ടുകാരുടെ ലോറി വന്നു. അതിൽ നിന്നും ഒരു കൂട്ടം പണിക്കാർ പുറത്തിറങ്ങി. എല്ലാവരും മരം വെട്ടാൻ തയ്യാറായി മരത്തിനടുത്തേക്ക് വന്നു. എന്നാൽ മരം വെട്ടുകാരനോട് ചെറിയ മരം പറഞ്ഞു, മരം വെട്ടുകാരാ, ആ വലിയ മരത്തിനെ ഒന്നും ചെയ്യരുത്. അതിൽ ഒരുപാട് കിളികൾ കൂടുവച്ചിട്ടുണ്ട്. ഒരുപാട് പഴങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ മരമാണത്. അതിനെ ഒന്നും ചെയ്യരുത്. വേണമെങ്കിൽ എന്നെ മുറിച്ചോളൂ. അത് കേട്ട് മരം വെട്ടുകാരന്റെ മനസ്സലിഞ്ഞു. കൊണ്ടുവന്ന കോടാലി വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് പേർക്ക് ഉപകാരമായ ഈ മരങ്ങൾ ഞാൻ ഇനി മുറിക്കുന്നില്ല. നല്ലവനായ മരം വെട്ടുകാരൻ അവിടെ നിന്നും തിരികെ പോയി. അഹങ്കാരം ആപത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കിയ വലിയ മരം തന്നെ ആപത്തിൽ നിന്നും രക്ഷിച്ച ചെറിയ മരത്തിനെ കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി കൂട്ടുകാരാ. അഹങ്കാരം നമ്മെ നശിപ്പിക്കും, വിനയം നമ്മെ രക്ഷിക്കും. ഇനി ഞാൻ ആരെയും കളിയാക്കില്ല. താങ്ക് യു കൂട്ടുകാരാ. അങ്ങനെ അവർ സന്തോഷത്തോടെ ആ കാട്ടിൽ കഴിഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ?